പോർട്ട് ബ്ലെയർ മഴയോടുകൂടിയാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എയർപോർട്ട് ചെറിയ എയർപോർട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലഗേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ലഗേജ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് കടലിന് നടുവിലെ സുന്ദരമായ പോർട്ട് ബ്ലെയർ ഐലൻഡിലേക്ക്. ചാറ്റൽ മഴയിൽ അൻഡമാനിലെ വീർ സവർക്കർ എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങളെ പിക്ക് ചെയ്യാൻ ടാക്സി എത്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അൻഡമാൻ ട്രിപ്പ് ഞങ്ങൾ വെക്കേഷൻസ് അൻഡമാൻ ടീമിന്റെ പാക്കേജ് എടുത്താണ് വന്നിരിക്കുന്നത്. ഇത് ജാക്കി, നമ്മുടെ പോർട്ട് ബ്ലെയറിലെ സാരഥിയാണ് ബൈ വെക്കേഷൻസ് അൻഡമാൻ. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടൽ കിങ്സിലാണ് ഇന്നത്തെ നമ്മുടെ പോർട്ട് ബ്ലെയറിലെ സ്റ്റേ. റൂംസ് ആൻഡ് ബാത്റൂംസ് ആർ വെരി നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ലഞ്ച് കഴിച്ച് കറങ്ങാൻ പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നന്നായി ഉറങ്ങി ലഞ്ച് കഴിച്ച് 1:30 ആയപ്പോൾ പോർട്ട് ബ്ലെയർ കാണാൻ ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോയത് ഇന്ത്യൻ നേവിയുടെ സമുദ്രിക മറൈൻ മ്യൂസിയത്തിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. മ്യൂസിയത്തിൽ അൻഡമാൻ ഐലൻഡിനെ കുറിച്ചും അവിടുത്തെ ട്രൈബ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ഫിഷുകളും കോറൽസും ഷെൽസും നേവിയുടെ ഷിപ്സിന്റെ മിനിയേച്ചേഴ്സും നേവി വെപ്പൺസും ഒക്കെ ഉണ്ടായിരുന്നു. മ്യൂസിയം കണ്ട് ഇഷ്ടമായെങ്കിൽ ഇറങ്ങുമ്പോൾ ഈ മണി അടിക്കണമെന്നാണ് ഇവിടെ. സിദ്ധാർത്ഥ് അതും ചെയ്തു. മറൈൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ പോകുന്നത് പോർട്ട് ബ്ലെയറിന്റെ ഐക്കോണിക് പ്ലേസ് ആയ കാലാപാനി എന്ന ഇന്ത്യക്കാരുടെ ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന സെല്ലുലാർ ജയിലിലേക്കാണ്. ജാക്കിബായ് എൻട്രി ടിക്കറ്റ് എടുത്ത് ജയിലിന്റെ ഗേറ്റിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഒരു കാലത്ത് ഒരു ഇന്ത്യക്കാരനും ഉള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കാത്തതും അകത്ത് കടന്നാൽ പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്നതുമായ സെല്ലുലാർ ജയിലിന്റെ ഗേറ്റിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വീൽ സ്പോക്ക് പോലെ 7 ലോങ് ബിൽഡിംഗ്സ് ജോയിന്റ് ആയിട്ടുള്ള ഈ ജയിലിന്റെ മിനിയേച്ചർ സ്ട്രക്ചറും ജയിലിന്റെയും ഇവിടുത്തെ തടവുകാരുടെയും ഹിസ്റ്ററിയും ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ കാണാൻ ഇത്ര ഭംഗിയുള്ള ഈ ജയിലിന് ഒരു കാലത്ത് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് അനുഭവിച്ച വേദനകളുടെയും പീഡനങ്ങളുടെയും മരണങ്ങളുടെയും സഹനങ്ങളുടെയും കഥ പറയാനുണ്ട്. ഇന്ത്യൻ തടവുകാരെ മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുന്നതിൻ്റെയും പീഡിപ്പിക്കുന്നതിൻ്റെയും കാഴ്ച നമുക്കിവിടെ കാണാം. ഈ ചുമരുകൾക്കും ജയിലഴികൾക്കും പുറത്തറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സെല്ലുലാർ ജയിലിലെ ഓരോ തടവറകൾക്കും പറയാനുണ്ട് ഓരോ സഹനകഥകൾ. 690ഓളം തടവറകളുള്ള ഈ സെല്ലുലാർ ജയിലിലെ ഓരോ തടവറകളും വെളിച്ചം കാണാത്ത രീതിയിലും പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തടവുകാർക്ക് കൈ പുറത്തിട്ട് തുറക്കാൻ പറ്റാത്ത വിധമാണ് ഇവിടുത്തെ ലോക്കിംഗ് സിസ്റ്റം. ജയിലഴികളിൽ നിന്ന് ദൂരം മാറി കയ്യെത്താ ദൂരത്ത് ചുമരിൽ ഒരു പ്രത്യേക രീതിയിലാണ് ലോക്ക്. പകൽ മാത്രം അല്പം വെളിച്ചം കയറുന്ന ഈ ജയിലറകളിൽ എലിയും പാറ്റയും നിറഞ്ഞതായിരുന്നു. ഇങ്ങനെ 600ഓളം തടവറകൾ. ഈ വരാന്തയിലൂടെ എത്ര സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇടിച്ചും തൊഴിച്ചും വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. ദർശനെയും സിദ്ധാർത്ഥിനെയും ഇവിടെ കാലാപാനിയെ ജയിലിലാക്കാം. അവസാനം പെട്ടത് ഞാൻ. സെല്ലുലാർ ജയിലിലെ പടവുകൾ കയറി സെക്കൻഡ് ഫ്ലോറിലെ ഈ വരാന്തയിലൂടെ നടന്ന് അവസാനം എത്തുമ്പോൾ നമുക്ക് ഫ്രീഡം ഫൈറ്ററായ സവർക്കറെ 11 വർഷം ഏകാന്ത തടവിലിട്ട സെല്ല് കാണാം. സാധാരണ തടവറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഇരുമ്പഴികളാൽ തീർത്ത 2 വാതിലുകളും വെളിച്ചവും വായുവും കടക്കാൻ ഒരു ചെറിയ കിളിവാതിലും മാത്രമാണുള്ളത്. ക്യൂ നിന്ന് ഉള്ളിൽ കയറിയാൽ വീർ സവർക്കറുടെ 2 ഫോട്ടോയും അദ്ദേഹം യൂസ് ചെയ്ത പ്ലേറ്റും ബ്ലാങ്കറ്റും വെച്ചിരിക്കുന്നത് കാണാം. ഈ ഒരു മുറിയിൽ 11 വർഷം ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടിയ അവസ്ഥ. അവിടെ നിന്ന് എല്ലാവരെയും പോലെ കുറച്ച് ഫോട്ടോസ് എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. സെല്ലുലാർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന തടവുകാരെ ശാരീരികമായും മാനസികവുമായി പീഡിപ്പിച്ച് അവരെ തളർത്തുക എന്നതായിരുന്നു ബ്രിട്ടീഷ് തന്ത്രം. മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിച്ചും വൃത്തികെട്ട ഭക്ഷണം കൊടുത്തും അവരെ ഉപദ്രവിച്ചു. എന്നിട്ടും തളരാതെ ഇതിനെതിരെ പ്രതികരിച്ചവരെ കള്ളക്കേസ് ചുമത്തി ഇവിടെ തൂക്കിക്കൊന്നു. ഈ ഒരു മുറിക്കുള്ളിൽ ഒരേ സമയം 3 പേരെ തൂക്കിക്കൊല്ലാനുള്ള കുരുക്കുകളുണ്ട്. അത് ഇപ്പോഴും നമുക്കിവിടെ കാണാം. ഇവിടെ ഏകദേശം 173 പേരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ. കണക്കിൽപ്പെടാത്തത് വേറെയുണ്ടാവും. മരിച്ചതിന് ശേഷം ബോഡി ഇവിടെ താഴെ ഇതുവഴിയാണ് പുറത്തേക്കെടുക്കുന്നത്.
അങ്ങനെ സെല്ലുലാർ ജയിൽ ചുറ്റി നടന്ന് കണ്ട് 1.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. മഴയുടെ ശക്തിയും ചെറുതായി കൂടുന്നുണ്ട്. ഇനി ഈവനിംഗ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ ഒന്നുകൂടി ഇവിടെ വരണം. ബ്രിട്ടീഷുകാരുടെ പീഡനത്തിന്റെ കഥ പറയുന്ന ഈ ജയിലിലേക്ക് ഞങ്ങൾ പുറത്തിറങ്ങി. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നേരെ കോർബിൻ കോവ് ബീച്ചിലേക്ക്. സെല്ലുലാർ ജയിലിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാർബിൻ കോവ് ബീച്ചിലേക്കാണ്. മഴ ശക്തമാവുന്നുണ്ട്. ഓൺ ദ വേ ഈ കാണുന്നതാണ് 1943 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഫ്ലാഗ് ആദ്യമായി ഉയർത്തിയ സ്ഥലം. മഴ കാരണം ഇവിടെ ഇറങ്ങാൻ നിവൃത്തിയില്ല. അങ്ങനെ നല്ല മഴയത്ത് ഞങ്ങൾ കുടയും പിടിച്ചത് കാർബിൻ കോവ് ബീച്ചിൽ നിൽക്കുകയാണ്. മഴ കാരണം ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അൻഡമാനിലെ ഫസ്റ്റ് ഡേ തന്നെ മഴയാ ചതിച്ചു. മഴ കാരണം സെല്ലുലാർ ജയിലിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ക്യാൻസലായി. സന്തോഷമായി. ഞങ്ങൾ റൂമിലെത്തി ഡിന്നർ കഴിച്ചു. സിദ്ധാർത്ഥ ഇവിടെ വീഡിയോ കോളിലാണ്. നാളെ രാവിലെ 7 മണിക്ക് റെഡി ആയിരിക്കാനാണ് ജാക്കി ബായ് പറഞ്ഞിരിക്കുന്നത്. നാളെ നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള ഭാരതം ഐലൻഡിലേക്കാണ് പോകുന്നത്. മഴ ചതിച്ചില്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.